അനുഗ്രഹീതരെ, ആഹ്ലാദകരമായ ഒരു ക്രിസ്മസ് കൂടെ സമാഗതമായി. ആഘോഷങ്ങളുടെ അതിപ്രസരത്താൽ ആഘോഷങ്ങളുടെ അർത്ഥവും ജീവനും നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ടാകാം. പാശ്ചാത്യ നാടുകളിൽ ഓരോ ദിവസത്തിനും ഓരോ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ആഘോഷങ്ങളെ സംവിധാനം ചെയ്യുന്നുണ്ട്. എന്നാൽ പൗരസ്ത്യ നാടുകളിൽ ആഘോഷങ്ങൾ അർത്ഥപൂർണവും ജീവിതവുമായി ബന്ധപ്പെട്ടുമാണ് എന്നുള്ളത് ചരിത്രം ഉദ്ഘോഷിക്കുന്നുണ്ട്. പൗരസ്ത്യ നാടുകളിലാണ് മതങ്ങൾ ഉത്ഭവിച്ചത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പൗരസ്ത്യ സഭകളിലും പൗരസ്ത്യ നാടുകളിലും ആഘോഷങ്ങളൊക്കെയും മതങ്ങളുമായി വലിയ സമ്പർക്കം പുലർത്തുന്നതും അതിൻ്റെ പ്രസക്തി മതപരമായതും ആയിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മതം എന്നുള്ളത് ശാസ്ത്രത്തിന് വിരുദ്ധമായ ഒന്നാണെന്നുള്ളത് യൂറോപ്യൻ ചിന്തയാണ്. എന്നാൽ ആനുകാലിക ജീവിതവുമായി നിരന്തരം സംവദിക്കുന്ന എല്ലാ മേഖലകളും ശാസ്ത്രീയമാണ്. അത് പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും കണ്ടെത്തുവാനായിട്ട് കഴിയുക എന്നതിലുപരിയായിട്ട് മറ്റ് പല രീതികളും അതിന് അവലംബിക്കേണ്ടതായിട്ടുണ്ട്. മതപരമായ യാഥാർത്ഥ്യങ്ങളെ പരിശോധിക്കുവാനോ നിരീക്ഷിക്കുവാനോ സംവിധാനങ്ങളില്ല എന്നുള്ള ശാസ്ത്രത്തിൻ്റെ അപര്യാപ്തത കൊണ്ട് പലപ്പോഴും ശാസ്ത്രം മതങ്ങളെയും മതസംഹിതകളെയും മതത്തിൻ്റെ വിശ്വാസങ്ങളെയും ഒക്കെയും ചോദ്യം ചെയ്യാറുണ്ട്. അത് നമുക്ക് തൽക്കാലം മറക്കാം. എന്നാൽ മതപരമായ ജീവിതത്തിൽ തന്നെ ആഘോഷങ്ങളുടെ പ്രസക്തി അതിൻ്റെ അർത്ഥത്തിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ടോ എന്ന് അനേകർ സംശയിക്കാവുന്ന വിധത്തിലാണ് ഇന്ന് പൗരസ്ത്യ നാടുകളിലും ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഈ ഒരു വിധത്തിൽ തന്നെയാകണം ക്രിസ്മസിൻ്റെ ആചരണവും ആഘോഷവും മറ്റ് പല സംവിധാനങ്ങളുടെ ഭാഗമായി പ്രചരണങ്ങളും പ്രയോഗങ്ങളും നിമിത്തം അർത്ഥം നഷ്ടപ്പെട്ട വിധത്തിലേക്ക് ഒരു അപജയം സംഭവിച്ചോ എന്ന് നമുക്ക് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ കാര്യങ്ങളുടെയും അപജയത്തിൻ്റെ ഉത്തരവാദിത്വം പാശ്ചാത്യ നാടുകളിലേക്ക് ആരോപിക്കുക എന്നുള്ളതല്ല. പക്ഷേ അധിനിവേശത്തിൻ്റെ നാളുകൾ ഈ ഭാരത സംസ്കാരത്തിന് സംഭാവന ചെയ്തത് ഇതുപോലുള്ള ചില അർത്ഥരഹിതമായ ഭാവങ്ങളാണ് എന്നുള്ളതിൽ തർക്കത്തിന് അവകാശമില്ല. ധാരാളം ഗുണങ്ങൾ, ഗുണപരമായ പരിവർത്തനങ്ങൾ ഇതൊക്കെയും പാശ്ചാത്യ സഹവാസം കൊണ്ട് നമുക്കുണ്ടായിട്ടുണ്ടെന്ന് വിസ്മരിച്ചുകൊണ്ടല്ല. എന്നാൽ കാതലായ കാര്യങ്ങളിൽ നമുക്ക് നേരിട്ട അപജയം തീർച്ചയായിട്ടും പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ അതിപ്രസരവും സ്വാധീനതയും ആണ് എന്ന് നാം ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെയാണ് ആഘോഷങ്ങളെയും ആചരണങ്ങളെയും അർത്ഥരഹിതമായ തലത്തിൽ നിന്ന് അർത്ഥപൂർണമായ തലത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കേണ്ടത്. ഇന്നത്തെ സമൂഹം ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ഉയർന്നു വരുന്നത് ആഘോഷങ്ങളുടെ വലിയ ഒരു ഭാവമാണ്. ഈ ആഘോഷങ്ങളിൽ മനുഷ്യന് പ്രയോജനമില്ലാത്ത നിരവധി സങ്കല്പങ്ങളും നിരവധി പ്രേരണകളും കടന്നു വരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇവിടെ എല്ലാവിധ അപജയങ്ങളിൽ നിന്നും മുക്തമായ ആത്മീയമായ ഒരു ക്രിസ്മസ് ആഘോഷം സംവിധാനം ചെയ്യുക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഇന്നത്തെ സമൂഹത്തിനുള്ളത്. ക്രിസ്മസിൻ്റെ പ്രാധാന്യം നാം ഗ്രഹിക്കുമ്പോൾ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ അപജയങ്ങളുടെ മധ്യത്തിൽ ആചാരത്തിൻ്റെയും അനുഷ്ഠാനങ്ങളുടെയും അർത്ഥം തന്നെ നഷ്ടപ്പെടുന്ന ഒരു തലത്തിൽ പലപ്പോഴും ക്രിസ്മസ് ആഘോഷങ്ങളും കടന്നു വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അതിലൂടെ സംവദിക്കപ്പെടേണ്ടതായ ചില സന്ദേശങ്ങൾ അത് കാലാതീതമാണ്, അത് നിലനിൽക്കുന്നുണ്ട്,
അതേക്കുറിച്ച് ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് ഈ സന്ദേശത്തിലൂടെ ഞാൻ ലക്ഷ്യം വെക്കുന്നത്. ഇന്നത്തെ മനുഷ്യൻ പരവശനാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അത് എല്ലാവരും സമ്മതിക്കുമെന്ന് തോന്നും. കാരണം ആശ്രയിക്കുവാനായിട്ട് യാതൊന്നുമില്ലാത്ത ഒരു അർത്ഥശൂന്യമായ ജീവിത അനുഭവങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും അതേക്കുറിച്ചുള്ള ധാരണകളും മനുഷ്യനെ നിസ്സഹായനാക്കി അല്ലെങ്കിൽ നിസ്സംഗനാക്കി മാറ്റുന്നുണ്ട്. ഏതിലാണ് അവൻ ആശ്രയം വെക്കേണ്ടത്? ഈ കാലഘട്ടത്തിൽ നാം നേരിടുന്ന ചില പ്രധാന വെല്ലുവിളികൾ നാം പരിശോധിക്കുമ്പോൾ ഈ അടുത്ത കാലത്തായിട്ടുണ്ടായ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായി സാധാരണ ജനം അനുഭവിക്കുന്ന വേദനകൾ, ദുരിതങ്ങൾ, ഇതൊക്കെയും തന്നെ മനുഷ്യ മനസ്സിൽ ഒരു ഭയം ഉളവാക്കിയിട്ടുണ്ട്. പണം സ്വരൂപിക്കുക എന്നുള്ളത് സന്തോഷമായി കണ്ടിരുന്ന സമൂഹം പോലും ഇന്ന് പണം ഒരു ബാധ്യതയായിട്ട് കാണുകയും പണം സൂക്ഷിക്കുന്നു എന്നുള്ളത് തന്നെ പരിഭ്രമത്തിന് കാരണമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സ്വർണത്തിൽ നിക്ഷേപിക്കുവാനായിട്ട് താല്പര്യമുണ്ടായിരുന്ന ഒരു ജനത ഈ സ്വർണത്തിൻ്റെ വിലയുടെ മറ്റും അതിൻ്റെ മൂല്യച്യുതിയുമൊക്കെയും കാണുമ്പോൾ പരിഭ്രമം ഉള്ളവരായിട്ട് മാറുന്നുണ്ട്. ഭൂമിയിൽ നിക്ഷേപിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവർക്കും ഈ റിയൽ എസ്റ്റേറ്റ് പ്രശ്നങ്ങളിലുണ്ടായ വീഴ്ചകളും തകർച്ചകളും അതിലും ആശ്രയിക്കാൻ സാധിക്കുകയില്ല എന്നൊരു അവബോധം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓഹരി വിപണികളിൽ നിക്ഷേപിച്ചിരുന്ന മനുഷ്യൻ ഇന്ന് അപകടകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുകയാണ്. ബന്ധങ്ങളിൽ ആശ്രയിക്കാമെന്ന് വിചാരിക്കുന്നവർ ബന്ധങ്ങളുടെ അപര്യാപ്തതയും അതിൻ്റെ ആഴമില്ലായ്മയും കണ്ട് പരിഭ്രമം ഉള്ളവരായിട്ട് മാറുന്നുണ്ട്. ഇങ്ങനെ എല്ലാ തലങ്ങളിലും ഭയവും സംഭ്രമവും പരിഭ്രമവും ഉള്ള ഒരു തലമുറയ്ക്ക് ഈ ക്രിസ്മസ് ചില അനുഗ്രഹകരമായ സന്തോഷനിർഭരമായ സന്ദേശങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്. സുവിശേഷ ഭാഗങ്ങളിൽ ക്രിസ്മസിൻ്റെ സന്ദേശമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു കൂട്ടം ആളുകൾ അവർ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സമയത്ത് അങ്ങ് വിദൂരതയിൽ ആകാശത്തൊരു നക്ഷത്രം കാണുന്നു. ആ നക്ഷത്രത്തിൻ്റെ സൂചന അവർക്കുണ്ടാക്കിയ അനുഭവത്തെക്കുറിച്ച് സുവിശേഷകൻ മത്തായി വിവരിക്കുന്നത് ഇങ്ങനെയാണ്: നക്ഷത്രം അവർക്ക് ആനന്ദം പകർന്നു. ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സൂചനയായിട്ട് ദർശിക്കുന്ന നക്ഷത്രം ജ്ഞാനികൾക്ക് ആനന്ദം പകർന്നത്രേ. ഇന്നത്തെ സമൂഹത്തിനും ഭയപരവശരായിരിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സമൂഹത്തിനും ഈ ആനന്ദവും സന്തോഷവും അനുഭവിക്കുവാൻ കഴിയും എന്നുള്ള വലിയൊരു സന്ദേശം ക്രിസ്മസ് നൽകുന്നുണ്ട്. ആട്ടിടയന്മാരോട് ദൈവദൂതന്മാർ വന്ന് പറയുന്നത് ഇങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച്: നിങ്ങൾ ഭയപ്പെടേണ്ട, സകല ലോകത്തിനും ഉണ്ടാകുവാൻ പോകുന്ന ഒരു വലിയ സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നാണ്. സന്തോഷവും സമാധാനവും സംവേദനം ചെയ്യുക എന്നതാണ് ക്രിസ്മസിൻ്റെ കാതലായ ലക്ഷ്യം എന്ന് വിശുദ്ധ ബൈബിൾ സൂചിപ്പിക്കുന്നുണ്ട്. ആ അർത്ഥത്തിലാണ് സുവിശേഷകന്മാർ ക്രിസ്തുവിൻ്റെ ജനനത്തിൽ ഭയപരവശരായ ഒരു കൂട്ടം ആളുകൾക്ക് സന്തോഷം വാഗ്ദാനം ചെയ്യുന്നതും ആ ക്രിസ്തു സാന്നിധ്യം അവരിൽ ആനന്ദവും സന്തോഷവും നിറയ്ക്കുന്നതും. അതുകൊണ്ട് ഭയപരവശരും സംഭ്രമചിത്തരുമായ ആധുനിക സമൂഹം യാതൊന്നിലും പ്രത്യാശ വെക്കുവാൻ ഇല്ലാത്ത ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദൂത് പകർന്നു കൊടുക്കുകയാണ് ക്രിസ്മസ്. ഇവിടെ ക്രിസ്തുവിൻ്റെ ജനനത്തെ നാം അനുസ്മരിക്കുന്നു എങ്കിലും കാതലായ വിഷയം ക്രിസ്തുവിലൂടെ സംജാതമാകുന്ന അനുഗ്രഹങ്ങളും ആത്മീയതയുമാണ്. ജ്ഞാനികൾ നക്ഷത്രം കണ്ടപ്പോൾ സന്തോഷം അനുഭവിച്ചു. ദൈവദൂതന്മാരുടെ ഗാനം കേട്ടപ്പോൾ ആട്ടിടയന്മാർ പരിഭ്രമം നീങ്ങി, ഭയം നീങ്ങി, അവർ സന്തോഷമുള്ളവരായി തീരുകയും ക്രിസ്തുവിനെ മുഖാമുഖം കാണുകയും ചെയ്യുന്നുണ്ട്.
ഇന്നത്തെ സമൂഹത്തിനും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് നമുക്ക് ഈശ്വരനിലേക്ക് മടങ്ങി വരിക, ഈശ്വര മുഖം ദർശിക്കുക, ഉള്ളിൽ ഈശ്വര ചൈതന്യം കൊണ്ട് നിറയുക എന്നുള്ള ആത്മീയ അനുഭവമാണ് പകർന്നു കൊടുക്കുവാനായിട്ടുള്ളത്. ഇങ്ങനെ സന്തോഷവും സമാധാനവും പകർന്നു കൊടുക്കുന്ന ക്രിസ്മസിൻ്റെ ആഗമനമാണല്ലോ ഈ ക്രിസ്മസിലൂടെ നാം വിളംബരം ചെയ്യുന്നത്. ഇത് ആചരണങ്ങൾ കൊണ്ട് വെറും ആചാരമായിട്ട് മാറുവാനുള്ളതല്ല, മറിച്ച് ജീവിത അനുഭവമായിട്ട് മാറാനുള്ളതാണെന്ന് ഓരോ മനുഷ്യനും ഗ്രഹിക്കുമ്പോഴാണ് ക്രിസ്മസിൻ്റെ അർത്ഥം സംഗതമാകുന്നതും പ്രയോജനപ്രദമാകുന്നതും. യേശുക്രിസ്തുവിൻ്റെ ജനനം വൈയക്തികമായ അനുഭവവും അനുഭൂതിയുമായിട്ട് മാറുമ്പോഴാണ് ക്രിസ്മസ് അർത്ഥപൂർണമാകുന്നത്. ഭയവും പരിഭ്രമവും ആശങ്കകളും നീങ്ങി സന്തോഷവും സമാധാനവും കൈവരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും ഈ ഈശ്വര ചൈതന്യ ദർശനം തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാക്കും. അവൻ്റെ ജീവിത അനുഭവങ്ങളിൽ സന്തോഷവും ആത്മധൈര്യവും പകരും എന്നുള്ളത് കാലാതീതമായി തെളിയിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ്. ഓരോ മനുഷ്യനും പിറന്നു വീഴുമ്പോൾ വലിയ ഉത്തരവാദിത്തങ്ങളെ നിർവഹിക്കുവാനായിട്ട് സൃഷ്ടാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ സൃഷ്ടാവ് എന്ന് സൂചിപ്പിക്കുമ്പോൾ ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ പിറക്കുന്നതിനെ കൃത്യമായ ലക്ഷ്യത്തോടെ സംവിധാനം ചെയ്യുന്ന വലിയ ഒരു ഈശ്വര ചൈതന്യം എന്ന അർത്ഥത്തിലാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. അത് മതചിന്തകൾക്കുപരിയായിട്ട് ഒരു മനുഷ്യൻ്റെ സാന്നിധ്യം ഈ ഭൂമിയിൽ എന്തിനാണ്? ഈ ഒരു ചോദ്യം നാം ചോദിക്കുമ്പോൾ ഓരോ മനുഷ്യ ജന്മത്തിനും ഒരു ലക്ഷ്യമുണ്ട് എന്ന് ബോധ്യപ്പെടും. ലക്ഷ്യമില്ലാതെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനല്ലാതെ അലസമായ ഒരു ജീവിതവുമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് വ്യക്തികൾക്ക് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനും, ഓരോ വ്യക്തിക്കും, ഓരോ ചലനങ്ങൾക്കും വലിയ ദൗത്യവും ഉത്തരവാദിത്വവും നിർവഹിക്കുവാനായിട്ടുണ്ട്. എന്നാൽ മനുഷ്യനെ സ്വതന്ത്രമായ ചിന്തയും ദൈവീകമായ സ്വാതന്ത്ര്യവും കൊടുത്തതുകൊണ്ട് ആ ലക്ഷ്യത്തിൽ നിന്ന് മനുഷ്യൻ മാത്രം പിന്മാറുന്നു എന്നുള്ളതാണ് നാം കണ്ടുവരുന്ന യാഥാർത്ഥ്യം. ഇവിടെയാണ് മനുഷ്യ കേന്ദ്രീകൃതമായ ഒരാത്മീയത നാം സംവിധാനം ചെയ്യുന്നത്. ഈശ്വര സൃഷ്ടികളായ മറ്റെല്ലാ വസ്തുക്കളും അവരവരെ ഫലമേൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ അതിൽ നിന്ന് വ്യതിചലിക്കുന്നു. ഇവിടെ ലക്ഷ്യത്തിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുവാനുള്ള മാർഗമെന്ന നിലയിൽ മനുഷ്യ മനസ്സുകളിൽ ഗുണപരമായ പരിവർത്തനമുണ്ടാക്കി അവരെ ഈശ്വര ചൈതന്യവാഹകരാക്കി ഈശ്വരൻ ഏതൊരു ലക്ഷ്യത്തിനാണോ ഓരോ ജന്മവും ഇവിടെ പ്രദാനം ചെയ്തത് ആ ജന്മസാഫല്യം നേടുക എന്നുള്ള നിലയിൽ ജീവിതത്തെ അർത്ഥപൂർണമാക്കുവാൻ ക്രിസ്മസ് ആഹ്വാനം ചെയ്യുന്നുണ്ട്. എന്താണ് എന്നെക്കുറിച്ച് ഈശ്വരൻ അർത്ഥമാക്കുന്നത്? എൻ്റെ ജന്മം കൊണ്ട് ഏത് കാര്യങ്ങളാണ് നിർവഹിക്കുവാൻ ഈശ്വരൻ ആഗ്രഹിക്കുന്നത്? ഇത് കണ്ടെത്തുവാനായിട്ട് ഈശ്വരൻ്റെ മനസ്സ് അറിയേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ്റെ പരിമിതികൾക്കുപരിയായി ഈശ്വര മനസ്സ് വായിച്ചെടുക്കുവാനുള്ള സംവിധാനം അതെങ്ങനെ നേടാമെന്നുള്ളത് തിരുവചനം ഉദ്ഘോഷിക്കുന്നുണ്ട്. അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് ദൈവ മനസ്സുള്ളവരായി മാറുക എന്ന് പറയുമ്പോൾ ലോകത്തിന് അനുരൂപമാകാതെ തിന്മയെ ഉപേക്ഷിച്ച് ദൈവത്തിന് അനുരൂപമായിട്ട് വളരുമ്പോൾ നാം ദൈവികരായി മാറുന്നു. അതോടുകൂടെ ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുവാനും കഴിയുന്നു. എന്ന് പറഞ്ഞാൽ ദിവ്യ സ്വഭാവമുള്ളവരായി മാറുമ്പോൾ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയും എന്നർത്ഥം. ഇവിടെ ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്നുള്ളത് ദൈവം നേരിട്ടിറങ്ങി വന്ന് പറയും എന്ന് പ്രതീക്ഷിക്കരുത്. ദൈവം ഈ ഭൂമിയിലെ വിവിധങ്ങളായ മാർഗങ്ങളിലൂടെയാണ് മനുഷ്യരുമായി സംവദിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജനനം ജ്ഞാനികൾക്ക്
ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് കേവലം ഒരു നക്ഷത്രത്തിൻ്റെ ദർശനത്തിലൂടെയാണ്. ആ നക്ഷത്രം ഒരു സൂചനയാണ്. ഒരു മഹാത്മാവിൻ്റെ ജനനം, ഒരു നന്മയുടെ ജനനം, ഒരു സമാധാന രാജാവിൻ്റെ ജനനം, ക്രിസ്തുവിൻ്റെ ജനനം. ഇത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞവരെയാണ് നാം ജ്ഞാനികളെന്ന് വിളിക്കുന്നത്. ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചില സൂചനകളെ ഗ്രഹിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അവിടെയാണ് നാം ജ്ഞാനികളും വിജ്ഞാനികളുമായിട്ട് മാറുന്നത്. ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പല അനുഭവങ്ങളും ദൈവത്തിൻ്റെ ചില സൂചനകളായിട്ട് നാം ഗ്രഹിക്കണം. ആ സൂചനയിൽ നിന്ന് കാര്യങ്ങളെ ഗ്രഹിക്കുവാനുള്ള ആത്മീയ ജ്ഞാനം നാം ആർജിക്കണം. അത് ദൈവവുമായിട്ടുള്ള നിരന്തര സമ്പർക്കത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ജ്ഞാനികൾ അല്ലെങ്കിൽ വിദ്വാൻമാർ നക്ഷത്രമെന്ന സൂചനയിലൂടെ വലിയൊരു സത്യം ഗ്രഹിക്കുന്നുണ്ട്. സൂചനകളിലൂടെ സത്യം ഗ്രഹിക്കുവാൻ, സൂചനകളിലൂടെ ദൗത്യമെന്താണെന്ന് ഗ്രഹിക്കുവാൻ മനുഷ്യൻ ഒരുക്കമുള്ളവനാകുമ്പോൾ, അല്ലെങ്കിൽ അവൻ അതിനെ സന്നദ്ധനാകുമ്പോൾ, ദൈവം അവനെക്കുറിച്ചുള്ള ലക്ഷ്യങ്ങൾ ഓരോന്നോരോന്നായി അവനെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. സൂചന കണ്ടപ്പോൾ ജ്ഞാനികൾ വളരെ ദൂരം സഞ്ചരിച്ച് ആ ലക്ഷ്യത്തിലെത്തിച്ചേരുകയും ഒടുവിൽ ആ വലിയ സന്തോഷം അനുഭവിക്കുകയും ചെയ്തു എന്നുള്ളത് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ ആത്മീയമായി സൂചനകളെ ഗ്രഹിക്കുവാനായിട്ട് കഴിയാത്ത സാധാരണക്കാരനെ സംബന്ധിച്ച് മറ്റൊരു സാധ്യത വചനം നൽകുന്നുണ്ട്. ക്രിസ്തു ജനിച്ചു എന്നുള്ള സന്തോഷം കേവലം സാധാരണക്കാരനായ ആട്ടിടയന്മാരെ അറിയിക്കുന്നത് സൂചനകളിലൂടെ അല്ല. കാരണം സൂചനകളെ ഗ്രഹിക്കുവാനുള്ള പക്വതയോ വിവേകമോ ജ്ഞാനമോ സാധാരണക്കാരായ ആട്ടിടയന്മാർക്കില്ല. അതുകൊണ്ട് ദൈവദൂതൻ വന്ന് അവരോട് പറയുകയാണ്, ക്രിസ്തു ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ബത്ലഹേമിൽ പിറന്നിരിക്കുന്നു. അവിടെ വ്യാഖ്യാനങ്ങളുടെ ആവശ്യമില്ലാതെ തന്നെ കാര്യങ്ങളെ ഗ്രഹിക്കുവാനുള്ള വിധത്തിൽ ലഘുവായി ലളിതമായി കാര്യങ്ങളെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ദൈവഹിതം എന്താണെന്ന് ഗ്രഹിക്കുവാൻ നാം ആത്മീയ ജ്ഞാനമുള്ളവരായി മാറുമ്പോൾ സൂചനകളിൽ നിന്ന് പാഠം പഠിക്കുവാൻ നമുക്ക് കഴിയും. എന്നാൽ ആത്മീയമായിട്ട് അത്ര കണ്ട് ശക്തി ഇല്ലാത്തവർക്കും സാധാരണക്കാർക്കും ദൈവഹിതം വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് ദൈവം ഒരുക്കുന്ന സംവിധാനങ്ങളായിട്ട് ആട്ടിടയന്മാരോടുള്ള ഈ സന്ദേശത്തെ നാം ഗ്രഹിക്കണം. അതുകൊണ്ട് എല്ലാ തലങ്ങളിലുള്ളവർക്കും ഈശ്വരൻ്റെ നമ്മെക്കുറിച്ചുള്ള ലക്ഷ്യം എന്താണെന്ന് തെളിയിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ള വാസ്തവത്തിലേക്കാണ് ഇത് നമ്മെ നയിക്കുന്നത്. വെറും സാധാരണക്കാർക്ക് അവൻ്റെ ഭാഷയിൽ അവന് ഗ്രഹിക്കാവുന്ന വിധത്തിൽ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നു. വിദ്വാൻമാർക്ക് അഥവാ ജ്ഞാനികൾക്ക് അവരുടെ വിജ്ഞാനത്തിൻ്റെ അനുഭവത്തിലൂടെ കാര്യങ്ങളെ ഗ്രഹിക്കത്തക്ക വിധത്തിൽ സൂചനകളായിട്ട് തിരുപ്പിറവിയെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടു കൂട്ടരും കാര്യങ്ങളെ ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ സൂചനയിലൂടെ ജ്ഞാനികളും മാലാഖമാരുടെ വാക്കുകളിലൂടെ ആട്ടിടയന്മാരും ഇതാണ് ഞങ്ങളിൽ നിന്ന് ഈശ്വരൻ പ്രതീക്ഷിക്കുന്നത് എന്ന് ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിനായിട്ട് അവർ ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. ഇതാണ് പ്രവർത്തന നിരതരാകുമ്പോഴാണ് ലക്ഷ്യത്തിലേക്ക് നാം എത്തുന്നത്. യാത്രയിൽ വഴി കാട്ടുവാനായിട്ട് നക്ഷത്രമുണ്ട്. നക്ഷത്രം കണ്ടപ്പോൾ ജ്ഞാനികൾ സന്തോഷിച്ചു എന്ന് രേഖപ്പെടുത്തുന്നത് അവരെ യാത്രയിലുടനീളം അവരെ മുന്നോട്ട് നയിക്കുവാനായിട്ട് ഈ സൂചന അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു എന്നുള്ള സത്യമാണ്. അതുകൊണ്ട് ഇറങ്ങി പുറപ്പെടുക, പ്രവർത്തന നിരതനാവുക, ഇതാണ് ക്രിസ്മസ് സന്തോഷം അനുഭവിക്കുവാനുള്ള മാർഗമായിട്ട് സൂചിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജനനം സൂചനകളിലൂടെയും നേരിട്ടും അറിയിച്ചപ്പോൾ വിജ്ഞാനികളും ആട്ടിടയന്മാരും ആ സന്തോഷം അനുഭവിക്കുവാനായിട്ട് പ്രവർത്തന നിരതരായി എന്നുള്ള സന്ദേശം നമുക്കും ഒരു പാഠമാകണം. നാം
ദൈവത്തിൻ്റെ ആലോചനകളെ തിരിച്ചറിയുന്നവരാണ് പലപ്പോഴും. ദൈവഹിതം എന്താണെന്ന് നാം വെളിപ്പെടുത്തി കിട്ടിയവരായിരിക്കാം, പക്ഷേ അത് സഫലമാക്കുന്നതിന് നാം ഇറങ്ങി പുറപ്പെടേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ സമൂഹത്തിൽ കാണുന്ന എല്ലാ അശുഭകരങ്ങളായ അനുഭവങ്ങൾക്കും പരിഹാരമുണ്ടാക്കുക എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിന് ദൈവം കണ്ടെത്തുന്ന മുഖാന്തരം ഓരോ മനുഷ്യരുമാണെന്ന് നാം മനസ്സിലാക്കുക. ഓരോ മനുഷ്യനും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, മതഭേദമന്യേ ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ മനുഷ്യനും കർമ്മനിരതനാകുമ്പോൾ, ഈശ്വര ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഇവിടെ സന്തോഷം അലതല്ലും. ആ ഒരു പൂർണ്ണതയിലേക്ക് സമൂഹം വളരുന്നത് വരെയും ക്രിസ്മസിൻ്റെ സന്ദേശം സംഗതമായിരിക്കും. ഞാൻ ഉപസംഹരിക്കുകയാണ്. നാം ചിന്തിച്ചത് പ്രധാനമായിട്ടും ഇന്നത്തെ ലോകം പരിഭ്രാന്തിയിലാണ്, ജനം ആശങ്കാകുലരാണ്. കാരണം ആശ്രയിക്കുവാനായിട്ട് അവൻ ആശ്രയിക്കുന്ന എല്ലാ മേഖലകളും തകർന്നടിയുന്ന കാഴ്ചയാണ് ആധുനിക സമൂഹത്തിൽ കാണപ്പെടുന്നത്. ഈ തകർന്നടിയുന്ന ആശ്രയങ്ങൾക്ക് ഉപരിയായി തകരാത്ത ആശ്രയത്തെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് തിരുപ്പിറവിയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവപുത്രൻ തന്നെ ഈ ഭൂമിയിൽ പിറന്നത് തകർന്നടിയാത്ത ഒരനുഭവമുണ്ട്. ആ ഈശ്വരനെ സ്വായത്തമാക്കുമ്പോൾ ഈ ലോകത്തിൽ ആശ്രയം വയ്ക്കാൻ ഒന്നുമില്ല എന്ന നിരാശയും നിസ്സംഗതയും നമ്മിൽ നിന്ന് ഇല്ലാതാവുകയും നാം ദൈവചിന്തയുള്ളവരായിട്ട് വളർന്നു വരികയും ചെയ്യും. അവിടെ പരിഭ്രമം മാറും. വെറും സാധാരണക്കാരായ ആട്ടിടയന്മാർക്ക് പരിഭ്രമം മാറി അവരോട് പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, സന്തോഷം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നത്. സകല ജനത്തിനുമുണ്ടാകാൻ പോകുന്ന സന്തോഷം, ഈ സന്തോഷം സ്വായത്തമാക്കുവാൻ നമുക്ക് കഴിയണം. ജ്ഞാനികളോട് ഉദ്ഘോഷിക്കുന്നുണ്ട്, നക്ഷത്രം കണ്ടപ്പോൾ അവർ സന്തോഷിച്ചു. ഈ സന്തോഷ നിർഭരമായ അനുഭവം പ്രാപിക്കുക എന്നുള്ളതാണ് ഈ ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. രണ്ടാമതായി നാം ചിന്തിച്ചത്, ഓരോ വ്യക്തിയും അവൻ്റെ നിയോഗങ്ങൾക്കനുസൃതമായിട്ട് പ്രവർത്തന നിരതനാകേണ്ടിയിരിക്കുന്നു. അതിനാദ്യം എന്താണ് എൻ്റെ ഈ ജീവിതം കൊണ്ട് ദൈവം ലക്ഷ്യമിടുന്നത്, ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, അതായത് എൻ്റെ നിയോഗം എന്താണ്, എൻ്റെ ദൗത്യം എന്താണ്, എൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലാക്കുകയാണ്. ഇത് മനസ്സിലാക്കുവാനായിട്ട് മനുഷ്യൻ നിസ്സഹായനാണ്. എന്നാൽ സൂചനകളിലൂടെ ദൈവം തൻ്റെ ഹിതം എന്താണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരും. ജ്ഞാനികൾക്ക് നക്ഷത്രമെന്ന സൂചനയിലൂടെ ക്രിസ്തു ജനനത്തെ സൂചിപ്പിച്ചതുപോലെ ആ സൂചന ഗ്രഹിക്കാൻ നമുക്കാവുമെങ്കിൽ നാം ആത്മീയ പക്വത പ്രാപിച്ചവരെന്നർത്ഥം. എന്നാൽ സാധാരണക്കാരായ മനുഷ്യർക്ക് ആത്മീയമായി വേണ്ടത്ര വളർന്നിട്ടില്ലെങ്കിൽ കൂടെയും ദൈവം തൻ്റെ ലക്ഷ്യമെന്താണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്ന് വിദ്വാൻമാരോടുള്ള സംവേദനത്തിലൂടെ നാം ഗ്രഹിക്കുന്നുണ്ട്. എളിയവരായ, ബലഹീനരായ, വെറും സാധാരണക്കാരായ, പാമരന്മാരായ ആട്ടിടയന്മാർക്കും ദൂത് നിസ്സംശയം ഗ്രഹിക്കാവുന്ന വിധത്തിൽ അവതരിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അവരും സന്തോഷഭരിതരാകുന്നു. ഇറങ്ങിത്തിരിക്കുക, ലക്ഷ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം പ്രവർത്തന നിരതനാവുക. ക്രിസ്തു പിറന്നത് പ്രവർത്തന നിരതനാകുവാൻ വേണ്ടിയായിരുന്നു, ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയായിരുന്നു. ആ ലക്ഷ്യം പൂർണ്ണമായി നിറവേറ്റി താൻ തിരശ്ശീലേക്ക് പുറകിലേക്ക് മറഞ്ഞപ്പോൾ ആ ദൗത്യം മനുഷ്യരാശിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സന്തോഷവും സമാധാനവും എന്നും ഈ ഭൂമിയിൽ നിലനിൽക്കുവാൻ മനുഷ്യ, നീ പ്രവർത്തന നിരതനാകണം. നിൻ്റെ പ്രവർത്തനവും നിൻ്റെ പ്രാർത്ഥനയും നിൻ്റെ ആത്മീയതയും ഈ സമൂഹത്തിൽ ശാന്തിയും സമാധാനവും പുലരുവാൻ ഇടയാക്കണം. ആ വിധത്തിൽ ജീവിതത്തെ പുനഃസംവിധാനം ചെയ്യുവാനും പ്രവർത്തന നിരതരാകുവാനും തകരാത്ത ആശ്രയത്തിൽ ആശ്രയം വെക്കുവാനും നമുക്കേവർക്കും ഈ ക്രിസ്മസിൽ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കേരള വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും
അനുഗ്രഹസമ്പൂർണമായ സന്തോഷനിർഭരമായ ആഹ്ലാദഭരിതമായ ക്രിസ്മസ് മംഗളങ്ങൾ നേരുന്നു. നമസ്കാരം.